വെടിയുണ്ടയേക്കാൾ വേഗതയിൽ പായുന്ന ലോഹക്കഷ്ണം, അതിന് മാരകമായ പ്രഹരശേഷിയും. ഇത് വെറും സങ്കല്പമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നടക്കുന്ന നിശബ്ദ വിപ്ലവത്തിന്റെ അടയാളമാണ്. പൂനെയിലെ DRDO ലാബിൽ ഒരു അത്ഭുത ആയുധം പിറവിയെടുത്തു: ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ. വെടിമരുന്നില്ല, സ്ഫോടക വസ്തുക്കളുമില്ല, വെറും വൈദ്യുതി മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ മാരകായുധം. ലോകത്തെ വൻ ശക്തികൾ മാത്രം കൈവശം വെച്ചിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുമ്പോൾ അയൽരാജ്യങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പണിപ്പുരയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വജ്രായുധത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ കാണുന്ന തോക്കുകളിലോ പീരങ്കികളിലോ വെടിമരുന്ന് കത്തുമ്പോഴുണ്ടാകുന്ന ഗ്യാസാണ് ഉണ്ടയെ പുറത്തേക്ക് തള്ളുന്നത്. എന്നാൽ റെയിൽ ഗണ്ണിന്റെ കഥ വേറെയാണ്. രണ്ട് സമാന്തരമായ ലോഹപ്പാളികൾ വഴി അതിശക്തമായ വൈദ്യുതി കടത്തിവിടുമ്പോൾ അവിടെ ഒരു ലോറൻസ് ഫോഴ്സ് എന്ന കാന്തിക ബലം ഉണ്ടാകുന്നു. അതാണ് ഈ ആയുധത്തിനുള്ളിലെ പ്രൊജക്ടൈലിനെ അഥവാ ആ ലോഹക്കട്ടയെ വെടിയുണ്ടയേക്കാൾ വേഗതയിൽ പുറത്തേക്ക് തെറിപ്പിക്കുന്നത്. 2.5 മെഗാ ആംപിയർ കറണ്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ മിന്നൽ പിണർ തന്നെയാണ് ആയുധത്തിനുള്ളിലേക്ക് പ്രവഹിക്കുന്നത്. ഇനി അതിൻ്റെ വേഗതയെ പറ്റി നോക്കാം. റെയിൽ ഗണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ലോഹക്കട്ട സെക്കൻഡിൽ 2000 മീറ്റർ വേഗതയിലാണ് പായുന്നത്. അതായത് ശബ്ദവേഗത്തേക്കാൾ 6 മടങ്ങ് അധികം വേഗത്തിൽ. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത്. ഇത്രയും വേഗതയിൽ ഒരു വസ്തു വന്നിടിച്ചാൽ അവിടെ സ്ഫോടക വസ്തുക്കളുടെ ആവശ്യമില്ല. ആ ആഘാതത്തിൽ ശത്രുവിന്റെ കപ്പലോ ബങ്കറോ ചാരമായി മാറും. 200 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യത്തെ പോലും കണ്ണു ചിമ്മിക്കുന്ന വേഗതയിൽ തകർക്കാൻ റെയിൽ ഗണ്ണിന് കഴിയും. ഇതിന് മിസൈലുകളേക്കാൾ ചിലവ് കുറവാണ്. ഒരു മിസൈൽ അയക്കാൻ കോടികൾ വേണം. എന്നാൽ റെയിൽ ഗൺ ഷോട്ടുകൾക്ക് ലക്ഷ്യങ്ങൾ മാത്രം മതി. കൂടാതെ അത് കൂടുതൽ സുരക്ഷിതവുമാണ്. യുദ്ധക്കപ്പലുകളിലും ടാങ്കുകളിലും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കേണ്ടതില്ല. ഏറ്റവും പ്രധാന സവിശേഷത എതിരാളികൾക്ക് ആക്രമണം തടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഏത് റഡാറിനെയും വെട്ടിച്ച് നിമിഷ നേരം കൊണ്ട് ലക്ഷ്യത്തിലെത്താൻ ഇതിന് സാധിക്കും. അത്യാധുനികമായ ഈ സംവിധാനം നിർമ്മിച്ചെടുക്കുന്നതിന്റെ തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. പൂനെയിലെ പ്രത്യേക സെന്ററിൽ ഇതിനായുള്ള പരീക്ഷണങ്ങൾ രാപ്പകൽ നടക്കുകയാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷ. ടാറ്റയും ഭാരത് ഫോർജും പോലുള്ള സ്വകാര്യ കമ്പനികളും ഈ കുതിപ്പിൽ ഇന്ത്യക്കൊപ്പം ചേരാൻ സാധ്യതയുണ്ട്. ചൈനയും അമേരിക്കയും ജപ്പാനും പരീക്ഷിക്കുന്ന അതേ സാങ്കേതിക വിദ്യ മെയ്ഡ് ഇൻ ഇന്ത്യയായി നമ്മുടെ അതിർത്തിയിൽ എത്താൻ പോകുന്നു. ഇത് കേവലം ഒരു ആയുധമല്ല, ഇന്ത്യയുടെ ശാസ്ത്രകരുത്തിന്റെ പ്രതീകമാണ്. ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്. ഈ റെയിൽ ഗൺ വരുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിർത്തികളിലും നമ്മൾ കൂടുതൽ കരുത്തരാകും. സാങ്കേതിക വിദ്യയിൽ നമ്മൾ പിന്നിലാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ റെയിൽ ഗൺ. ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളിൽ നിന്ന് സ്വയം നിർമ്മിക്കുന്ന അത്ഭുതങ്ങളിലേക്കുള്ള ദൂരം ഇന്ത്യ താണ്ടിക്കഴിഞ്ഞു.